അപ്പോൾ യാത്രകൾ അവസാനിക്കുന്നില്ല, നിരന്തരമായ യാത്രകൾ. അപ്പോൾ അടുത്തൊരു യാത്രയാണ്. ഈ യാത്ര നമ്മൾ മലപ്പുറത്ത് തുടങ്ങിയിട്ട് കടമ്പക്കുടി, ആലപ്പുഴ, കുട്ടനാട്, പിന്നെ കന്യാകുമാരി, ഈ ഇത്രയും സ്ഥലങ്ങളിലൂടെയുള്ള ഒരു 2 ദിവസത്തെ യാത്രയാണ് ഞാനും സുഹൃത്തുക്കളും. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഡ്രോൺ വീഡിയോകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ കാഴ്ചകളിലേക്ക്. അപ്പോൾ നമ്മുടെ തായ്ലൻഡ് യാത്രയ്ക്ക് ശേഷമുള്ള ചെറിയൊരു യാത്രയാണ്. മലപ്പുറത്ത് തുടങ്ങി നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഹൈവേ ഉണ്ടാവും, ഏതാണ്ട് ഏറെക്കുറെ മുഴുവനായിട്ട് പൂർത്തിയുണ്ട്. പക്ഷേ ഇപ്പോൾ ചാവക്കാടെത്തി. ചാവക്കാട് നിങ്ങോട്ട് ഹൈവേൻ്റെ പണിക്കൊന്നും ആയിട്ടില്ല. നിങ്ങളുടെ തെക്കോട്ട് പണികളൊന്നും പൂർത്തിയായില്ല എന്ന് ഇപ്പോഴാണ് അറിയുന്നത്. ഞാൻ വിചാരിച്ചത് കഴിഞ്ഞിട്ടുണ്ടാവുന്നതാണ്. ഇത് നമ്മുടെ പഴയ റോഡാണ്, ചാവക്കാട് നിന്ന് ഗുരുവായൂർ വഴിയുള്ള റോഡ്. ഇവിടെ ഞങ്ങളൊന്ന് ഇറങ്ങി ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടുന്ന് കഴിഞ്ഞിട്ട് ഇറങ്ങാണ്. ഈ സ്ഥലം ഏതാണെന്ന് മനസ്സിലായി നിങ്ങൾക്ക്? ഇതാണ് എറണാകുളം ജില്ലയുടെ കുട്ടനാട് എന്നറിയപ്പെടുന്ന കടമ്പക്കുടി. കുറേ പേരൊക്കെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിങ്ങനെ കാണുമ്പോൾ ഒരു രസം തോന്നില്ലേ? ഇന്നത് ഇങ്ങനെ കണ്ടു നോക്ക്, അടിപൊളിയല്ലേ? കൊച്ചിയുടെ തിരക്കിൽ നിന്ന് മാറി 15 കിലോമീറ്റർ ഇപ്പുറത്ത് ഇത്ര മനോഹരമായൊരു സ്ഥലമുണ്ടെന്ന് എത്ര പേർക്കറിയാം? കടമക്കുടിയിൽ നിന്ന് പോകുന്ന എറണാകുളം ജില്ല കഴിഞ്ഞ് അരൂർ പാലം കടന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് കയറിയപ്പം മുതൽ തുടങ്ങിയ പാലാണ്. കുറേ ദൂരം ഈ പാലത്തിന് മുകളിലൂടെയാണ് ഇപ്പോൾ പുതിയ ഹൈവേ വരുന്നത് കേട്ടോ. അവിടെ നിന്ന് വിട്ടതാ നമ്മൾ ആലപ്പുഴ ബൈപ്പാസിലെത്തി. ആലപ്പുഴ ടൗണിലെ ബൈപ്പാസിലെത്തി. അപ്പുറത്തെ സൈഡിൽ കാണുന്നത് കടലാണ്. കടലിൻ്റെ തീരത്തു കൂടിയാണ് ഈ ബൈപ്പാസ് പോകുന്നത്. ആലപ്പുഴ ടൗൺ കടന്ന് ഇതാ AC റോഡിലേക്ക് കയറി. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് അത് കഴിഞ്ഞിതാ നമ്മൾ ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ്, നമ്മുടെ കുട്ടനാട്. എത്ര വന്നാലും എത്ര കണ്ടാലും മതി വരാത്ത കുട്ടനാട്. ആ കുട്ടനാട്ടിലാണ് ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഒരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. കറങ്ങാൻ ഇറങ്ങാന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതാണ്ടാവും പമ്പയാറൊക്കെ കിടക്കുന്നു. അപ്പോൾ ഒന്ന് ചെറിയൊരു കുട്ടനാടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെയുള്ള ഒരു ചെറിയ തോണി യാത്ര. തോണി വന്നിട്ടുണ്ട്. ഞങ്ങളിതാ യാത്ര തുടങ്ങി. മുമ്പ് നമ്മളൊരു വലിയ വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ കുട്ടനാടിൻ്റെ ഉൾക്കാഴ്ചകൾ, കുട്ടനാടിൻ്റെ ഉൾഗ്രാമങ്ങളൊക്കെ ചേർത്തിട്ട് നമ്മളൊരു മുമ്പ് ഈ ചാനലിൽ തന്നെ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് വീണ്ടും ഒരു ചെറിയ കുട്ടനാടൻ യാത്ര. അത് കഴിഞ്ഞിട്ട് ഇന്നിവിടെ സ്റ്റേ ചെയ്യും. എന്നിട്ട് നാളെ രാവിലെ ഇവിടുന്ന് യാത്ര തുടങ്ങും. കുട്ടനാടും ഇങ്ങനെ ആകാശത്ത് നിന്ന് കാണുമ്പോൾ എന്ത് മനോഹരമാണ് അല്ലേ? ആകാശത്ത് നല്ല കാഴ്ചകൾ തന്നെയാണ് കുട്ടനാടിനെയും കടമക്കുടിയൊക്കെ മനോഹരമാക്കുന്നത്. കുട്ടനാടൻ ഗ്രാമക്കാഴ്ചകളാണിത്. കുട്ടനാടിൻ്റെ മനോഹാരിത പോലെ തന്നെ മനോഹരമാണ് ഈ മനുഷ്യരുടെ സ്വഭാവവും. വളരെ സ്നേഹമുള്ള ആളുകളാണ്. നമ്മൾ വലിയ ബോട്ടുകളിൽ യാത്ര ചെയ്താൽ വേമ്പനാട്ട് കായലിലൂടെയോ അല്ലെങ്കിൽ അമ്പയാറിലൂടെയൊക്കെ മാത്രമേ പോവുള്ളൂ.
ചെറിയ തോണികളെടുത്ത് ഇതുപോലെ കുട്ടനാടിൻ്റെ ഉൾവഴികളിലൂടെ ഇങ്ങനെ പോകണം. അപ്പോഴാണ് നമ്മൾ ശരിക്കും കുട്ടനാടിൻ്റെ ഗ്രാമീണ ഭംഗി കാണാൻ. ഒക്കെ പലരും സിനിമയിലേ കണ്ടിട്ടുണ്ടാവുള്ളൂ. കണ്ടോ, ഇതിപ്പോൾ പമ്പയാറിൽ നിർത്തിയിട്ട വലിയൊരു ഹൗസ് ബോട്ടാണ്. ഈ പമ്പയാറിലൂടെ പോകുമ്പോൾ ഇതുപോലുള്ള വലിയ ഹൗസ് ബോട്ടുകളിലൂടെ ഒക്കെ നമുക്ക് യാത്ര ചെയ്യാം. പക്ഷേ ചെറിയ വഴികളിലൂടെ പോകണമെങ്കിൽ ചെറിയ തോണികളെടുത്ത് പോകണം. ചെറിയ പാലങ്ങൾക്കടിയിലൂടെ ഒക്കെ പോവാം. അപ്പോൾ ഇന്നലെ കുട്ടനാട് സ്റ്റേ ചെയ്ത് ഇന്ന് രാവിലെ പുറപ്പെട്ട് ഇതിപ്പോൾ എത്തിയിട്ടുള്ളത് കേരളത്തിൻ്റെ സ്വന്തം ഗോവ എന്നറിയപ്പെടുന്ന വർക്കല ബീച്ചിലാണ്, വർക്കല ക്ലിഫിലാണ്. മുമ്പ് ഇതുപോലെ ഒരു യാത്ര നമ്മളിവിടെ വർക്കല ക്ലിഫിൽ വന്നിട്ടുണ്ട്. അന്ന് ഡ്രോൺ ഒക്കെ പറത്തി ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അത് കാണാം. ഇപ്പം ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോവുകയാണ്. നല്ല വേനലായതുകൊണ്ട് അധികം ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഏകദേശം ഉച്ചയായി തുടങ്ങി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങുന്നു, കാണുന്നു, പോകുന്നു. ഏറ്റവും ക്ലീൻ ആയിട്ടുള്ള ഒരു നമ്മുടെ ഒരു ബീച്ചാണ് ഇത്. അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വളരെ ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വർക്കല ബീച്ച്. വർക്കലയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന വഴിയിലാണ് ഈ അഞ്ചുതെങ്ങ് കോട്ടയുള്ളത്. ഇവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് വണ്ടി നിർത്തി ഒരു വീഡിയോ എടുക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പണിത ഒരു കോട്ടയാണത്. അപ്പോൾ അവിടുന്ന് പോന്നു, തിരുവനന്തപുരം വന്നു. തിരുവനന്തപുരം നിന്ന് ഇപ്പോൾ കന്യാകുമാരിയിലേക്കുള്ള ഹൈവേയിലാണ്. വീഡിയോയ്ക്ക് എക്സ്പ്രസ് സ്പീഡാണല്ലേ, എല്ലാവരും സമയത്ത് മാനിക്കണമല്ലോ. ഇപ്പം നമ്മൾ തമിഴ്നാട്ടിൽ വന്ന് നാഗർകോവിൽ കഴിഞ്ഞ് കന്യാകുമാരി പോകുന്ന വഴിക്കുള്ള ശുചീന്ദ്രം ടെമ്പിളിലാണുള്ളത്. ഈ ടെമ്പിളും ഈ ടെമ്പിളിന് സമീപത്തെ അമ്പലക്കുളം കണ്ടേ, ഇതുണ്ടോ, നല്ല അടിപൊളി അമ്പലക്കുളം. അതിൻ്റെ നടുവിൽ തന്നെ ഒരു മണ്ഡപമൊക്കെ ഉണ്ട്. നല്ല രസമാണ്. ഇതിൻ്റെ ഡ്രോൺ കാഴ്ച കാണണോ, അടിപൊളിയാണ്. ഈ ക്ഷേത്രവും അതുപോലെ ക്ഷേത്രക്കുളത്തിൻ്റെ ചുറ്റുമുള്ള ഏതാണ്ട് 200-300 വർഷങ്ങൾ പഴക്കമുള്ള ചെറിയ അഗ്രഹാരങ്ങളൊക്കെ നല്ലൊരു പ്രത്യേക വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ കന്യാകുമാരി പോകുന്നവർക്ക് ഒന്ന് ഇറങ്ങി കാണാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ശുചീന്ദ്രം. അപ്പോൾ ഇനി നമുക്ക് നേരെ കന്യാകുമാരിക്ക് വിട്ടാലോ. അത് വളരെ വേഗം കന്യാകുമാരി എത്തി. വരുന്ന വഴിക്കുന്നത് 2 അബദ്ധം പറ്റി. അബദ്ധം പറയാൻ പറ്റില്ല, തിങ്കളാഴ്ച ആയതുകൊണ്ട് വരുന്ന വഴിയിൽ പത്മനാഭപുരം പാലസ് കാണണമെന്ന് വിചാരിച്ചു. അത് നടന്നില്ല, ഇന്ന് തുറക്കില്ല. തിങ്കളാഴ്ച അത് തുറക്കില്ല, ശ്രദ്ധിക്കുക. അതുപോലെ ഇന്ന് വന്നിട്ട് വൈകുന്നേരം വിവേകാനന്ദ പാറ പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്ക് 5 മണി കഴിഞ്ഞു. 5 മണി വരെ മാത്രമേ വിവേകാനന്ദ പാറയിലേക്ക് ബോട്ടുള്ളൂ. അപ്പോൾ സത്യത്തിൽ അത് രണ്ടും നടന്നില്ല. അപ്പോൾ ഞങ്ങളിതാ നേരെ ഇന്ന് വേറൊന്നും വഴിയില്ല, സൺസെറ്റ് കാണാം, എന്നിട്ട് ഇന്ന് റെസ്റ്റ് ചെയ്ത് നാളെ ബാക്കി രാവിലെ സൺറൈസും വിവേകാനന്ദ പാറയും കണ്ടിട്ട് തിരിച്ചു പോകുന്ന വഴി പത്മനാഭപുരം പാലസ് കാണാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ സൺസെറ്റ് കാണാൻ വന്നിട്ടുള്ളതാണ്. കുറേ ആളുകളുണ്ട് കേട്ടോ. ശരിക്കും ഇവിടെ കുറേ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വരെ നമ്മുടെ വണ്ടി വരും. പക്ഷേ ഞങ്ങൾ വണ്ടി കുറേ അപ്പുറത്തിട്ടാണ്. ഇവിടെ 50 രൂപ പാർക്കിംഗ് ഫീസ് കൊടുത്ത് നമ്മുടെ ഈ സൺസെറ്റ് വ്യൂ പോയിന്റ് വരെ വണ്ടി വരും. ഞങ്ങളിതാ സൂര്യൻ കടലിൽ വീഴുന്നതും കാത്തിരിക്കുകയാണ്. പക്ഷേ പണി പാളി, ഏറ്റവും അടിയിൽ മേഘം ഉണ്ടായിരുന്നു. അതുകൊണ്ട് സൺസെറ്റ് കാണാൻ പറ്റിയില്ല. ഇതുവരെ നമുക്ക് വിവേകാനന്ദ പാറൊക്കെ കാണാം. വൈകുന്നേരമായി. ഇന്നലെ സൂര്യാസ്തമയം തന്നെ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് രാവിലെ സൂര്യോദയം കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ നേരം വെളുക്കുന്നതിന് മുമ്പ് ഈ പോകുന്നത്. ഇപ്പോൾ ഞങ്ങളിത് ഈ വിവേകാനന്ദ പാറയുടെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ബാക്കിലാണ് ഈ നിൽക്കുന്നത്. ഇവിടെ നമുക്ക് വിവേകാനന്ദ പാറയും തിരുവള്ളൂരിനൊക്കെ വളരെ നന്നായി കാണാൻ പറ്റും. ഒരുപാട് ആളുകളാണ് കേട്ടോ. ഈ ആളുകളൊക്കെ ഇന്നലെ സൺസെറ്റ് മിസ്സായ ആളുകളാണെന്ന് എനിക്ക് തോന്നുന്നു. ആളുകളൊക്കെ രാവിലെ സൺറൈസ് കാണാനുള്ള ആഗ്രഹത്തിൽ വന്ന് നിൽക്കുകയാണ്. സൂര്യൻ ഉദിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഉദിക്കാതെ വന്നപ്പോഴേ ഓർത്തു, ഇതാ ഇവിടെയും മേഘം ചതിച്ചു, സൂര്യൻ അത്രയും മുകളിലെത്തിയിട്ടാണ് കണ്ടത്. സംഭവം അങ്ങനെ സൂര്യോദയം മിസ്സായി. ഇതിനടുത്ത് തന്നെയാണ് നമ്മുടെ കാർ പാർക്കിംഗ്. 100 രൂപയാണ് പാർക്കിംഗ് ചാർജ്. അപ്പോൾ ഞങ്ങളിതാ 8 മണിയോടെ തന്നെ എത്തിയിട്ടുണ്ട് വിവേകാനന്ദ പാറ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഒരു ജാഥക്കല്ല, ഒരു സമ്മേളനത്തിലുള്ള ആൾക്കാരുണ്ട്. ഒടുക്കത്തെ വരിയുണ്ടോ. പക്ഷെ ഞങ്ങൾ ഇന്നലെ തന്നെ ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തിരുന്നുണ്ടോ. ഓൺലൈൻ ടിക്കറ്റ് എടുക്കേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞങ്ങൾ 300 രൂപയുടെ സ്പെഷ്യൽ ടിക്കറ്റ് എടുത്ത് അതിന് ക്യൂ നിൽക്കണ്ട എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ക്യൂ ഉണ്ട്. പക്ഷേ രണ്ട് ക്യൂ ആണ്. നോർമൽ ടിക്കറ്റ് 100 രൂപയാണ്, അതിനൊരു ക്യൂവും സ്പെഷ്യൽ ടിക്കറ്റിന് വേറെ ക്യൂ ഉണ്ട്. സ്പെഷ്യൽ ടിക്കറ്റിന് കുറച്ചും കൂടി പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും കുറേ നേരം ഒന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് പോയിട്ടോ. ഞങ്ങളിതാ ബോട്ടിൽ കയറി വിവേകാനന്ദ പാറയിലേക്കുള്ള യാത്ര ബോട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ എത്തി. അധികം പോകാനൊന്നുമില്ലല്ലോ, ശരിക്കൊന്നും നീന്താനുള്ള ദൂരേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളിതാ വിവേകാനന്ദ പാറ എത്തി. ഇവിടെ ഒരു 30 രൂപയുടെ ടിക്കറ്റും കൂടി എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മുകളിലേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ ചപ്പൽ ഇവിടെ വെക്കണം. അത് ഫ്രീ ആയിട്ട് അവർ നോക്കിക്കോളും. അപ്പോൾ ഈ കാണുന്നതാണ് വിവേകാനന്ദ മണ്ഡപം. നമ്മുടെ കൊൽക്കത്തയിലെ ബേലൂർ മഠമായിട്ട് വാസ്തുവിദ്യയിൽ നല്ല സാമ്യമുണ്ട് അല്ലേ.
ഇത് ശ്രീപാദ മണ്ഡപം, ഇതിൻ്റെ നേരെ മുന്നിലുള്ളത്. ഇതാണ് കവാടം. പക്ഷേ അകത്ത് വീഡിയോ എടുക്കാൻ പാടില്ല, അതുകൊണ്ട് അകത്തുള്ള കാഴ്ചകൾ കാണിക്കാൻ നിർവാഹമില്ല. ഞങ്ങൾ നേരെ ബാക്ക് സൈഡിൽ വന്നു. വിശാലമായ കടൽ കാണാം. ഇവിടെ നോക്കിയതാ നമ്മുടെ തൊട്ടപ്പുറത്തെ പാറയിൽ തിരുവള്ളുവരിൻ്റെ ഭീമാകാരമായ പ്രതിമയും അങ്ങോട്ടുള്ള പുതിയ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ. ഈ പുതിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇപ്പോൾ അടുത്ത കാലത്ത് വന്നിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 3 കടലും സംഗമിക്കും. ഇവിടെ ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും അതുപോലെ അറബിക്കടലും, ഈ 3 കടലും സംഗമിക്കുന്ന സ്ഥലമാണ് വിവേകാനന്ദ പാറയുടെ ഈ കന്യാകുമാരി. അപ്പോൾ ഇനി തിരുവള്ളുവരിനെ കാണാൻ വേണ്ടി പോവാണ്. ഇതാണ് ശ്രീപാദ മണ്ഡപം. കന്യാകുമാരി ദേവിയുടെ മണ്ഡപം ആണ് ആ ശ്രീപാദ മണ്ഡപം. വിവേകാനന്ദന്റെ പ്രതിമ ഈ ശ്രീപാദ മണ്ഡപത്തിലേക്ക് നോക്കിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്ത് വന്ന ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ആണ് നമ്മളിപ്പോൾ തിരുവള്ളുവരിൻ്റെ പ്രതിമ കാണാൻ പോകുന്നത്. ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ഉള്ള നടത്തം. മുമ്പ് ഇത് 2 പാറയിലേക്കും പിന്നെ നമ്മൾ ബോട്ടിൽ തന്നെ പോകണമായിരുന്നു. ഇപ്പോൾ അത് വേണ്ട. ഒരു പാറയിലേക്ക് വന്നു കഴിഞ്ഞാൽ അടുത്ത പാറയിലേക്ക് നമുക്ക് നടന്നു പോവാം. ഇതാണ് തിരുവള്ളുവരിൻ്റെ പ്രതിമയുടെ മുകളിലേക്ക് എത്താനുള്ള വഴിയാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ കുറേ സ്റ്റെപ്പ് കയറിയിട്ട് ഇടുങ്ങിയ വഴിയിലൂടെ ഒക്കെ ചെന്നിട്ട് വേണം മുകളിലെത്താൻ. അത്യാവശ്യം ലൈറ്റും കാര്യങ്ങളും കുറച്ച് വിശാലമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നടന്ന് നമ്മളിതാ മുകളിലെത്തി. 133 അടി ഉയരമുള്ള വലിയൊരു പ്രതിമയാണ് ഈ തിരുവള്ളുവരിൻ്റെ ഈ പ്രതിമ. ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ മെയിൻലാൻഡിൻ്റെ തെക്കേ മുനമ്പ്. ഇതിനകത്ത് തിരുവള്ളുവരിൻ്റെ പ്രസിദ്ധമായ തിരുക്കുറളിലെ നല്ല കുറേ സൂക്തങ്ങളൊക്കെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെ കണ്ട് പഠിച്ചിട്ട് എല്ലാവരും നന്നാകാൻ ശ്രമിക്കുക. ഞാൻ കുറേയൊക്കെ നന്നായിട്ടോ. അപ്പോൾ അതാ ഇനി ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. വരുന്നതും പോകുന്നതും ചായ കുടിക്കുന്നതും ചോറ് കഴിക്കുന്നതും ഒക്കെ നിങ്ങളെ കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞങ്ങളിതാ നേരെ പത്മനാഭപുരം പാലസിലെത്തി. കന്യാകുമാരിയിൽ നിന്ന് 34 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. ഇവിടെ വന്നത് 50 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്. മൊബൈൽ ഫോണിന് ഒരു 10 രൂപ വേറെയുണ്ട്. ഇതെടുത്ത് നമ്മൾ വിശാലമായി വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ കയറി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇവിടെ വീഡിയോഗ്രാഫി പാടില്ല, ഫോട്ടോ മാത്രം എടുക്കാം. അതിനാണ് മൊബൈലിന് 10 രൂപ വാങ്ങുന്നത്, വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഈ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഞാൻ കണ്ണുവെട്ടിച്ചിട്ട് എടുത്താണ്, ചെറിയ ചെറിയ ക്ലിപ്പിങ്ങൾ മാത്രം എടുത്താണ്. അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യണമെന്നില്ല. അപ്പോൾ വിശാലമായിട്ട് നമ്മുടെ മണിച്ചിത്രത്താഴും, സൈനസ് അബ്ദുള്ള തുടങ്ങിയ നിരവധി ഹിറ്റ് സിനിമകൾ ഷൂട്ട് ചെയ്ത ഈ ഒരു പത്മനാഭപുരം പാലസ് വിശാലമായിട്ട് വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കണം എന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ വീഡിയോഗ്രാഫി ഇവിടെ നിയന്ത്രിച്ചിട്ടുള്ളത് കൊണ്ട് വലിയ വിശാലമായ വീഡിയോകളൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തോ കന്യാകുമാരിയോ വരുന്നവർ കാണേണ്ട ഒരു പാലസ് തന്നെയാണ് നമ്മുടെ പത്മനാഭപുരം പാലസ്. ഇത് കാണുമ്പോൾ നമുക്ക് മണിച്ചിത്രത്താഴും സൈനസ് അബ്ദുള്ളയും തുടങ്ങി ഇവിടെ ഷൂട്ട് ചെയ്ത ഒരുപാട് സിനിമകളിലെ രംഗങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും. അപ്പോൾ തീർച്ചയായിട്ടും വരുന്നവർ കാണാൻ നമ്മുടെ സുധീഷിൻ്റെ കിണ്ടി പോയ കുളമാണത്. അപ്പോൾ അത്തരം കാഴ്ചകൾ ഓർമ്മകളൊക്കെ വരും. അപ്പോൾ ഇതാണ് പത്മനാഭപുരം പാലസിൻ്റെ കാഴ്ചകൾ. ഞങ്ങളിത് അവിടെ നിന്ന് തിരിച്ചിറങ്ങാണ്. ഇതിൻ്റെ സമീപത്ത് ഇങ്ങനെ നിരവധി കടകളാണ്. ഇതുപോലുള്ള ചെറിയ ചെറിയ ലൊട്ടിലൊടുക്ക് ഐറ്റംസുകളൊക്കെ നമുക്ക് ഇവിടെ വാങ്ങാൻ കിട്ടും കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കണേ. അപ്പോൾ ഞങ്ങളിതാ ഇനി തിരിച്ച് നാട്ടിലേക്ക് മടങ്ങാം. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഈ യാത്രയും ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ അടുത്ത കാഴ്ചകളും അടുത്ത യാത്രകളും അടുത്ത വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ കാണാം.